ഞാനിവിടെ നമ്മൾ ഇവിടെ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രിയമുള്ളവർ ചിന്തിക്കണം. ഞായറാഴ്ച ദൈവസന്നിധിയിൽ വന്ന് നിങ്ങൾക്ക് ഒത്തിരി ആശ്വാസമൊക്കെ തന്ന് നിങ്ങളിൽ ആവേശം കൊള്ളിക്കുന്ന ഒരു മെസ്സേജിനേക്കാൾ ഉപരിയായി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ജീവിതത്തിൽ ദൈവവചന ശുശ്രൂഷ കൊണ്ട് നമുക്കൊരു മൊത്തത്തിലൊരു മാറ്റം നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. ആത്മീയ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ മാറാത്ത ഒന്ന് മാറ്റമാണ്. നമുക്ക് എല്ലാ ദിവസങ്ങളും നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമയങ്ങളിലും ഒരു മാറ്റം ഉണ്ടാകും. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ രക്ഷയുടെ അനുഭവത്തിൽ വരുന്നവരെ കുറിച്ചൊക്കെ ഞാൻ ചിന്തിച്ചപ്പോൾ എന്നോട് പ്രിയമുള്ള ചിലർ ചോദിച്ചു, രക്ഷാവാചകം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം. പക്ഷെ തിരുവചനത്തിൽ പറയുന്ന കാര്യം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. ഇന്ന് രക്ഷിക്കപ്പെട്ടു, എന്നാൽ രക്ഷിക്കപ്പെട്ടു, ഇന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നാളെ രക്ഷിക്കപ്പെടും. നാളെ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവ് വരുന്നത് ഇവിടെയൊന്നുമല്ല. ഞാൻ വചന ശുശ്രൂഷയിലേക്ക് കയറാൻ പോകുന്നതേ ഉള്ളൂ. നമ്മുടെ ആരാധന, പ്രാർത്ഥന, കൈകൊട്ടല്, ഉപവാസത്തിലൊന്നും അല്ല രക്ഷിക്കപ്പെടുന്നതിന്റെ അതിന്റെ ആത്യന്തികമായ തെളിവിരിക്കുന്നു. ഈ തെളിവ് എവിടെയാ വരുന്നതെന്ന് അറിയാമോ? ഒന്ന് പറയാമോ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പറയാമോ? നമ്മുടെ കർത്താവായ യേശു കർത്താവിന്റെ മടങ്ങി വരവിൽ നമ്മൾ രൂപാന്തരപ്പെട്ട് അല്ലെങ്കിൽ പുനരുത്ഥാനം പ്രാപിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടുമ്പോഴാണ് രക്ഷിക്കപ്പെട്ടതിന്റെ യഥാർത്ഥമായ തെളിവ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആത്യന്തികമായ അല്ലെങ്കിൽ അവസാനത്തെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് ശരിക്കുള്ള ഒരു ഫൈനൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവിടെയാണ് ദൈവം അനുഗ്രഹിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള മെസ്സേജുകൾ എടുക്കുന്നത്. ആമേൻ. നമുക്ക് വായിക്കാം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 21 മുതൽ 21-22 വാക്യം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 21-22. ശിഷ്യന്മാരിൽ വേറൊരുത്തൻ അവരോട്, കർത്താവേ, ഞാൻ മുംബൈ പോയി എന്റെ അപ്പനെ അടക്കം ചെയ്യുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. യേശു അവനോട്, നീ എന്റെ പിന്നാലെ വരിക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഒരു വിഷയമാണ്. വിളിക്കുമ്പോൾ, ദൈവം സംസാരിക്കുമ്പോൾ, ദൈവം കൽപ്പിക്കുമ്പോൾ, ദൈവം അരുളി ചെയ്യുമ്പോൾ ഉടൻ തന്നെ നമ്മൾ നമ്മെ തന്നെ സമർപ്പിക്കണം. വിളിക്കുമ്പോൾ വൈകരുത് എന്ന വിഷയമാണ്. വിളിക്കുമ്പോൾ വൈകരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവം നമ്മെ വിളിക്കാറുണ്ട്. പല കാര്യങ്ങൾക്ക് ദൈവം വിളിക്കാറുണ്ട്. നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനം നടക്കുമ്പോൾ പാസ്റ്റർ നമ്മൾ വിളിക്കാറുണ്ട്. ഒന്ന് പ്രവർത്തനത്തിന് വരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതുപോലെ ദൈവം നമ്മളെ പലപ്പോഴും പല കാര്യങ്ങൾക്കായിട്ട് വിളിക്കുന്നുണ്ട്. കോട്ടയം മീറ്റിങ്ങിന് വിളിക്കുന്നുണ്ട്, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നുണ്ട്, പ്രവർത്തനങ്ങൾക്ക് വിളിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്യന്തികമായ വിളിക്കകത്ത് വരുന്ന പ്രത്യേകമായിട്ടുള്ള പാക്കേജുകളാണ് ഈ പറഞ്ഞത്. നമ്മുടെ വിളിക്കകത്ത് അടങ്ങിയിരിക്കുന്ന ചില വിളികളാണ്. യെശയ്യാ പ്രവചനത്തിൽ യെശയ്യാവ് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ തേജസ് കണ്ടപ്പോൾ
ദൈവത്തിന്റെ ഒരു പ്രവാചകനാണ്, വചനം സംസാരിക്കുന്നു, പ്രസംഗിക്കുന്നു, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഒരു പ്രത്യേകമായ ഒരു വിളി, ഒരു ചോദ്യത്തിലൂടെയാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്. ആ ചോദ്യം, യെശയ്യാവേ നീ ഇറങ്ങുക, വരിക, പോവുക എന്നുള്ളൊരു കൽപ്പനയായിരുന്നില്ല. ആ നമുക്ക് വേണ്ടി പോകും ചോദ്യമാണ്. ആ ചോദ്യത്തിൽ യെശയ്യാവിന് മനസ്സിലായി, എനിക്ക് വിളിയുണ്ട്, പോകാനുള്ള വിളിയുണ്ട്. അപ്പൊ യെശയ്യാവ് പറഞ്ഞു, അടിയന് ഇതാ, അടിയനെ അയക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യെശയ്യാവ് പറഞ്ഞില്ല, കുറച്ചുകൂടെ എനിക്കത് ആലോചിച്ചിട്ട് പറയാനുണ്ട്, ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കട്ടെ, കുറച്ചുകൂടെ ഒന്ന് പ്രാർത്ഥിക്കട്ടെ, കുറച്ചുകൂടെ ഞാൻ കാത്തിരിക്കട്ടെ, കുറച്ചുകൂടെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്, പൂർത്തീകരിക്കാനുണ്ട് എന്നതല്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇതുപോലെയാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത്. ചിലപ്പോൾ ചോദ്യങ്ങളിലൂടെയാണ്. കുഞ്ഞെ, നീ എനിക്ക് വേണ്ടി പോകുമോ എന്ന് പലപ്പോൾ ചോദിക്കുന്നില്ല. കുഞ്ഞെ, നീ അത് കണ്ടോ? ആരവിടേക്ക് പോകും? ആരെനിക്ക് വേണ്ടി സംസാരിക്കും? ആരെനിക്ക് വേണ്ടി പ്രവർത്തിക്കും? ആർ മുമ്പോട്ട് വരും? സിനായി പർവ്വതത്തിന് മുകളിൽ കൽപ്പലകയുമായിട്ട് ഇറങ്ങി വരുന്ന മോശ, അവിടെ ജനത്തിന് പരാജയം കണ്ടപ്പോൾ മോശ പറഞ്ഞു, ആർ ദൈവത്തിന് വേണ്ടി മുന്നോട്ട് വരും. ലേവി ഗോത്രത്തെ പ്രത്യേകമായി വിളിച്ചില്ല, പക്ഷേ ലേവി മുന്നോട്ട് വന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കരയുയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. ദൈവം വിളിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു വീടിന് തീ പിടിച്ചു. ഉടനെ പുറത്തുനിന്ന് ആളുകൾ വിളിക്കുകയാണ്, പെട്ടെന്ന് വരണം, പെട്ടെന്ന് വരണം, പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങുക. വീടിന് തീ പിടിച്ചിരിക്കുന്നു. അകത്തുനിന്ന് ആളുകൾ വിളി കേട്ട് പ്രതികരിച്ച് വെളിയിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ തീ പിടിച്ച വീടിനകത്ത് ആളുകൾ വെന്തു മരിക്കും. പക്ഷെ അകത്തേക്കുന്ന ആളുകൾ പറയുകയാണ്, കഴിഞ്ഞ ആഴ്ചയിലാണ് ചില സാധനങ്ങൾ വാങ്ങിച്ചത്, വാഷിംഗ് മെഷീൻ വാങ്ങിച്ചത് കഴിഞ്ഞ ആഴ്ചയിൽ, അതുകൊണ്ട് ഒന്ന് എടുക്കട്ടെ. മിക്സി വാങ്ങിച്ചത് കഴിഞ്ഞ ആഴ്ചയിലാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ കുറച്ച് ആഭരണം വാങ്ങിച്ച് അലമാരി വെച്ചിട്ടുണ്ട്, അതെടുത്തോണ്ട് വരട്ടെ. ഇതൊന്നും എടുക്കാനുള്ള സമയം അവിടെ ഇല്ല. ലോത്തിന്റെ ഭാര്യയോട് പറഞ്ഞു, പെട്ടെന്ന് രക്ഷപ്പെട്ടോ, തിരിഞ്ഞു നോക്കരുത്. ലോത്തിന്റെ ഭാര്യ കുറച്ച് ലോകസ്നേഹമുള്ളത് കൊണ്ട് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. നഷ്ടപ്പെട്ടു പോയതിന്റെ മനസ്സവിടെയായി. വേർക്കാല ദൈവത്തിന്റെ പൈതലേ, നഷ്ടപ്പെട്ടു പോയതിലല്ല, മുമ്പിലുള്ള ഓട്ടം സ്ഥിരതയോടെ ഓടുന്നിടത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന. കരയുയർത്തുന്ന സ്തോത്രം ചെയ്യുക. ഒരു വീടിന് തീ കയറുമ്പോൾ കയറി ഫയർഫോഴ്സിനെ വിളിക്കുകയാണ്. വീടിന് തീ കയറി, ആ കുടുംബാംഗങ്ങളൊക്കെ അതിനകത്തുണ്ട്, ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല. അപ്പോൾ അവര് പറയുകയാണ്, ഞങ്ങൾ ചോറ് കഴിച്ചോണ്ടിരിക്കുക, ഞങ്ങൾ ഉച്ചയ്ക്ക് ഇപ്പോ 1 മണിയായി, ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങള് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വരാം എന്ന് പറഞ്ഞാൽ പിറ്റേ പ്രാവശ്യം അവർക്ക് ജോലി കാണില്ല, കേസെടുക്കും. ആളുകൾ മരിച്ചാൽ മനഃപൂർവ്വമല്ലാത്തതോ മനഃപൂർവ്വമായതോ നരകത്തേക്ക് കേസെടുക്കും. അങ്ങനെ ഒന്നും ഇതുവരെ നമ്മുടെ ബഹുമാന്യരായ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം ഫയർഫോഴ്സ് പോകുന്ന സമയത്ത് ഒരു മനുഷ്യൻ കാർ ഓടിച്ചു പോവുകയാണ്. ആ കാർ ഓടിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് സൈഡ് കൊടുത്തില്ല. പല പ്രാവശ്യം ഒരു ഹോൺ അടിച്ചു, പക്ഷേ പിന്നെ അതിന്റെ ഫയർഫോഴ്സ് സൈറൻ അടിച്ചു. ഇത് കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവമാണ്. അവര് കാറുകാർ സൈഡൊന്നും കൊടുത്തില്ല. അപ്പോൾ കാറുകാരന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. കാരണം തീ പിടിച്ചപ്പോൾ താമസിക്കാൻ പാടില്ല. കാരണം ആരോ വിളിച്ചിട്ടുണ്ട് ഫയർഫോഴ്സിനെ, പെട്ടെന്ന് പറഞ്ഞു. ഒരു കാരണവശാലും ഒന്ന് തടസ്സം വരാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി അവിടെ സമയം നഷ്ടപ്പെടാൻ പാടില്ല. ദൈവത്തിന്റെ കുഞ്ഞെ, ദൈവം നിന്നോട് സംസാരിക്കുമ്പോൾ നിന്റെ സമയം നഷ്ടപ്പെടുത്തരുത്.
ഇത് പറയാനാണ് അത്തരം വന്നത്. കരയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവം നിന്നോട് സംസാരിക്കുമ്പോൾ, ദൈവം നിന്നെ വിളിക്കുമ്പോൾ, ദൈവം നിന്നോട് ചെറുത് ചെയ്യാൻ പറയുമ്പോൾ നിന്റെ സമയം നീ നഷ്ടപ്പെടുത്തരുത്. കഴിഞ്ഞ കാലഘട്ടത്തിൽ സമയം നഷ്ടപ്പെടുത്ത ഓർത്ത് നമുക്ക് ദൈവത്തോട് ക്ഷമ പറയാം. പക്ഷെ ഇനി നിന്റെ മുമ്പിൽ, നാളെ നിന്റേതല്ല, പക്ഷേ ഇന്നത്തെ സമയം, ഈ സമയം, ദൈവം നിന്നോട് സംസാരിക്കുന്ന സമയം, ദൈവം നിന്നെ വിളിക്കുന്ന സമയം, ദൈവം നിന്നോട് കൽപ്പിക്കുന്ന സമയം, പ്രൈസ്തല്ലോ, നീ നഷ്ടപ്പെടുത്തരുത്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, യേശു രോഗികളെ സൗഖ്യമാക്കി. ഇടയ്ക്ക് പറയട്ടെ, അത് ഷുഗർ കുറയുന്നുണ്ട്, ഇച്ചിരി പഞ്ചസാര ഇട്ട് ചായ ഇട്ടെന്ന് പറഞ്ഞേ. അമേ, ഷുഗർ എനിക്ക് പെട്ടെന്ന് ഡൗൺ ആയതാ പ്രശ്നം വരുന്നത്. യേശു, നമ്മൾ 8-ാം അധ്യായത്തിൽ കാണുന്ന കാര്യം, യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കും. അവിടെ അത്ഭുതങ്ങൾ നടക്കുകയാണ്, വലിയ ജനക്കൂട്ടം പിന്തുടരുകയാണ്. യേശു കർത്താവ് പറഞ്ഞാൽ നമുക്ക് അക്കരയ്ക്ക് പോകാം. നമ്മൾ ചിന്തിച്ചേ, യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നു, അവിടെ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കർത്താവ് പറയുകയാണ് നമുക്ക് അക്കരയ്ക്ക് പോകാം. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്ന ചില സ്ഥലത്ത് നിന്ന് കർത്താവ് നമ്മളോട് പറയും, ഇവിടെ മതിയാക്കി അക്കരയ്ക്ക് പോകാം. ആമേൻ. ശമരിയയിൽ വലിയ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫിലിപ്പോസ് സുവിശേഷകൻ, അപ്പോസ്തലനല്ല സുവിശേഷകൻ. മേശമേൽ ശുശ്രൂഷിക്കാൻ ദൈവമാക്കി വെച്ചൊരു മനുഷ്യൻ അക്കരയ്ക്ക്, ആമേൻ, മരുഭൂമിയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ, നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഫിലിപ്പോസ് തൽക്കാലം പോകാൻ തയ്യാറായി. തൽക്കാലം പോകാൻ തയ്യാറായി. അത് തൽക്കാലമാണോ സ്ഥിരമാണോ എന്ന് ദൈവം അവിടെ ചെന്നിട്ട് പറയും. പോകാനാണ് പറഞ്ഞത്. പോയി കഴിഞ്ഞപ്പോഴാണ് എത്യോപ്യ രാജ്ഞിയുടെ, അല്ലെങ്കിൽ ആ രാജ്യത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി രക്ഷിക്കപ്പെടാനും സ്നാനപ്പെടാനും കാരണമായത് അവിടെയാണ്. ഒരു വലിയ ജനക്കൂട്ടം കർത്താവിനെ പിന്തുടരുകയാണ്. അവർക്കെല്ലാം ആവശ്യം അത്ഭുതങ്ങളായിരുന്നു, അവർക്കെല്ലാം ആവശ്യം രോഗസൗഖ്യങ്ങളായി, അവർക്കെല്ലാം ആവശ്യം വിടുതലകളായി. പക്ഷേ കർത്താവിന്റെ വിളിയുടെ ആത്യന്തികമായ ലക്ഷ്യം അവർക്കൊന്നും ആവശ്യമില്ല. അവർക്ക് വിളിയല്ല ആവശ്യം, വിളിയെ പിന്തുടരുന്നതല്ല ആവശ്യം, അനുഗമനം ക്രൂശ് എടുക്കുന്നതല്ല അവർക്ക് ആവശ്യം. മറിച്ച് അവർക്ക് അത്ഭുതങ്ങൾ കണ്ടിങ്ങനെ രസകരമായിട്ട് നടക്കാം. പിന്നെ അത്ഭുതങ്ങൾ കാണണം. എല്ലാ വർഷങ്ങളും വെടിക്കെട്ട് കാണാൻ പോകുന്ന ആളുകളുണ്ട്. ഞാനൊക്കെ പണ്ട് വിശ്വാസത്തിലൊക്കെ വരുന്ന സമയത്തിന് മുമ്പ് വെടിക്കെട്ട് കാണാൻ പോകുമായിരുന്നു. വെടിക്കെട്ട് സ്ഥലത്ത് എന്താ നടക്കാൻ പോകുന്നത് നമുക്കറിയാം. കഴിഞ്ഞ വർഷം നടന്ന വെടിക്കെട്ട് തന്നെ ഈ പ്രാവശ്യവും ഉള്ളൂ. പക്ഷെ ആളുകൾ ഇങ്ങനെ, ഞാനൊക്കെ പോയി വെടിക്കെട്ട് നടക്കുന്ന ആ സ്ഥലം വളർന്നട, അവിടെ 26 പേരാ വെടിക്കെട്ടിൽ അപകടത്തിൽ മരിച്ചത്. വെടിക്കെട്ട് നടക്കുന്നതായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് ദൂരം മാറി പറമ്പില്, ആമേൻ, ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ചേനയൊക്കെ നട്ടിരുന്ന സ്ഥലത്താണ് പോയിരുന്നിട്ട് എന്ത് ചെയ്തു, വെടിക്കെട്ട് കാണാൻ പോയി. ആമേൻ. അവിടെ അടുത്തുള്ള ഏറ്റവും വലിയ വെടിക്കെട്ടായിരുന്നു പട്ടാഴി അമ്പലത്തിലെ വെടിക്കെട്ട്. അതൊക്കെ കാണാൻ പോവായിരുന്നു. അപ്പൊ ഇതൊക്കെ നടക്കും. കഴിഞ്ഞ വർഷം നടന്ന അതേ കാര്യം തന്നെയാണ് ഈ പ്രാവശ്യം നടക്കുന്നത്. പ്രത്യേകിച്ച് പുതുമയൊന്നും നമ്മുടെ ഇല്ല, അല്ലേ? പക്ഷേ പിന്നെ പോവുകയാണ്. യേശു കർത്താവ് നടത്തുന്നതായിരിക്കുന്ന അത്ഭുതങ്ങളിൽ പുതുമയൊന്നും പ്രത്യേകിച്ചില്ല. എല്ലാ പ്രാവശ്യവും നടക്കുന്ന അത്ഭുതങ്ങൾ തന്നെ രോഗികളെ സൗമ്യമാക്കുന്നു, പിന്നെ കൂടുതൽ കാണുന്നു, ആമേൻ, ചെകിടർ കേൾക്കുന്നു, ആമേൻ, മരിച്ചവർ ഇടയ്ക്കിടയ്ക്ക് ഉയർത്തെഴുന്നേൽക്കുന്നു. പക്ഷേ ആളുകൾക്ക് ഇതൊരു രസമാണ് ഇതൊക്കെ കാണാൻ, കർത്താവിന്റെ ഒപ്പം നടക്കാൻ. അപ്പോഴാണ് ഒരു ശാസ്ത്രി പറഞ്ഞത്, കർത്താവേ, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. കർത്താവ് പറഞ്ഞു, ഈ ഒരു രസത്തിന് വേണ്ടി, കാണാനുള്ള കാഴ്ചയ്ക്ക് വേണ്ടി നീ എന്നെ അനുഗമിക്കണ്ട. ഇത് രസകരമായ ഏർപ്പാടാണ്. വിശക്കുമ്പോൾ വേണമെങ്കിൽ അപ്പം വർദ്ധിപ്പിച്ച് അപ്പവും തരും, കുടിക്കാൻ വെള്ളവും തരും. അവിടെ ചെന്നാൽ 500 മില്ലിയുടെയോ 300 മില്ലിയുടെയോ കുപ്പിയൊന്നും അല്ല തരുന്നത്. കുടിക്കാനുള്ള നല്ല വെള്ളം, നല്ല മിനറൽ വാട്ടർ ഒക്കെ തരും. അപ്പം ഇതിന് പൈസയൊന്നും കൊടുക്കണ്ട, നല്ല തീയിൽ ചുട്ടെടുത്ത പുതിയ അപ്പം ഒക്കെ ഇങ്ങനെ കിട്ടും.
ഒന്നും വിഷമമൊന്നുമില്ല. ഇതൊരു സന്തോഷകരമായ ഒരു യാത്രയാണ്. ഒരു അലച്ചിൽ വേണ്ട. ഇനി പോകുന്ന വഴിക്ക് ഒരു ജലദോഷം വന്നാലും ഒരു അറ്റാക്ക് വന്നാലും നടുവൊന്ന് പിന്നിയാലും യേശു ഉണ്ട്. പിന്നെ എന്തിനാ പേടിക്കുന്നേ? എന്തിനാ പറഞ്ഞോളേ? അല്ലെ, കർത്താവ് പറഞ്ഞു, നീ അതിനു വേണ്ടി വരണ്ട, നീ വരുന്നത് എന്റെ വിളികൾ എന്നെ അനുഗമിക്കാൻ, ക്രൂശ് എടുക്കാൻ, അതിന് വന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. കാരണം ന്യായശാസ്ത്രം പറഞ്ഞപ്പോഴേ കർത്താവ് പറയുകയും അവന്റെ ഉദ്ദേശം എന്താണ്? കർത്താവ് പറഞ്ഞു, കുറുനരികൾക്ക് മാളമുണ്ട്, പക്ഷികൾക്ക് കൂടുണ്ട്, പക്ഷെ മനുഷ്യപുത്രന്റെ തലയായിപ്പോൻ ഒരിടമില്ല. ഞാൻ നിങ്ങൾക്കൊരു വീട് തരുമെന്ന് പറഞ്ഞ് നീ വരണ്ട, കാരണം എനിക്ക് പാർക്കാൻ ഒരു വീടില്ല. നിങ്ങളാരും സ്തോത്രം എന്ന് പറയുന്നല്ല, വീടിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ടാണോ ആമേൻ സ്തോത്രം എന്ന് പറയാത്തെ? എനിക്ക് പാർക്കാൻ എന്തില്ല, ഒരു വീട്. ഞാൻ നിന്നെ എന്റെ ഇന്നോവ കയറ്റാന്ന് പറഞ്ഞു നീ പറഞ്ഞ, എനിക്ക് ഇന്നോവയൊന്നുമില്ല, എനിക്ക് സഞ്ചരിക്കാൻ ഒരു കഴുത പോലുമില്ല. പക്ഷേ ഇനി കുറച്ചു നാൾ കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു കഴുത ആവശ്യമുണ്ട്. ആ കഴുതയെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, ആ കഴുതക്കുട്ടിയെ. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുകയാണ്, ആ കഴുത ജനിക്കുന്നതിന് മുമ്പേ ആ കഴുത കർത്താവ് കണ്ടതാണ്. കാരണം അങ്ങനെ അവിടെ ഒരു കഴുതക്കുട്ടി അവിടെ ഉണ്ടാകുമെന്നുള്ളത് ദൈവം കണ്ടു കാണും. എന്റെ ചിന്തയാണ്. ആമേൻ. മനുഷ്യനേക്കാൾ ശ്രേഷ്ഠതയൊന്നും കഴുതയ്ക്കില്ല. ഹല്ലേലൂയ. പക്ഷെ എനിക്ക് പാർക്കാനൊരു സ്ഥലം പോലും ഇല്ല. ആമേൻ. അപ്പോൾ നീ ഞാൻ എന്തെങ്കിലുമൊക്കെ തരുമെന്ന് വിചാരിച്ച് നീ എന്നെ അനുഗമിക്കണ്ട. ആ ഒരു ലക്ഷ്യം നിന്റെ മനസ്സിലുള്ളത് ഞാൻ മനസ്സിലാക്കും. അതുകൊണ്ട് നീ തിരിച്ചു പോകൂ. കർത്താവ് അവനെ നിരുത്സാഹപ്പെടുത്തുകയാണ്. അപ്പൊ മറ്റുള്ളവരൊക്കെ ചോദിച്ചു ഞാൻ വന്നേക്കാം. മനസ്സോടുകൂടെ ന്യായശാസ്ത്രിയാ കേട്ടോ, സാധാരണക്കാരനല്ല, ഒരു ന്യായശാസ്ത്രി, വേദപുസ്തകം എഴുതുന്ന ഒരാൾ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം യഹൂദന്മാരുടെ സിനഗോഗ് പോയി കണ്ടു. നിങ്ങൾ ആ യൂട്യൂബ് വീഡിയോ ഒന്ന് കാണണം. യഹൂദന്മാരുടെ സിനഗോഗ് നമ്മുടെ പള്ളിയിൽ പ്രസംഗിച്ചതൊക്കെ കേട്ടിട്ടല്ല ഉള്ളൂ. ആ പള്ളി എന്താണെന്നുള്ളത് ഞാൻ യൂട്യൂബിനകത്ത് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ പിന്നീട് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നാളെ വേറെ ആളുകൾ എന്തോ ഇതൊക്കെ കൊണ്ടുവന്ന് ഗ്രൂപ്പിൽ ഇടും. അപ്പൊ എനിക്കിത് പറയാൻ പറ്റുകയില്ല, ഈ ഗ്രൂപ്പിൽ ഇതൊന്നും ഇടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ഇടാത്തത്. ഇല്ല. അപ്പൊ യഹൂദന്മാരുടെ സിനഗോഗ് അവിടെയുണ്ട്, നിങ്ങൾ ആവശ്യമുള്ളവർക്ക് കാണാം. അപ്പോൾ കർത്താവ് അപ്പൊ ഈ ന്യായപ്രമാണം പകർത്തിയിടുന്നതായിരിക്കുന്ന മനുഷ്യൻ, അതിന് വ്യാഖ്യാനിക്കുന്ന മനുഷ്യൻ, പണ്ഡിതനായിരിക്കുന്നതിന് മനുഷ്യൻ, കർത്താവിന്റെ ഒപ്പം വരുന്നത് കർത്താവിനൊരു ക്രെഡിറ്റ് അല്ലേ? അല്ലെങ്കിൽ കർത്താവിനൊരു ഒരു കുറച്ചുകൂടെ ഒരു വില ഉണ്ടാവില്ല. കണ്ടോ, കർത്താവിന്റെ ഒപ്പം ഇപ്പോ പഴയ പോലെ ആളുകളൊന്നുമല്ല യേശുവിന്റെ ഒപ്പം നടക്കുന്നത്. പുരോഹിതന്മാര് നടക്കുന്നു, ന്യായശാസ്ത്രിമാര് നടക്കുന്നു, പരീശന്മാര് നടക്കുന്നു. പഴയ അവസ്ഥകളെല്ലാം മാറി ഇപ്പോൾ യേശുവിന്റെ വേല വളരെ വിശാലമായി. ഇപ്പോൾ ഡോക്ടർമാര് കൂടെ നടക്കുന്നു, വക്കീലന്മാര് കൂടെ നടക്കുന്നു, ജഡ്ജിമാര് കൂടെ നടക്കുന്നു. ആമേൻ. എന്തൊരു വിശാലതയായെന്ന് അറിയാമോ? അവസ്ഥകൾക്കെല്ലാം വ്യത്യാസമായി കേട്ടോ. പണ്ട് മുക്കുവരും അവരവരൊക്കെ ഉണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞ അതൊന്നും എനിക്ക് ആവശ്യം. എന്റെ വിളി കേട്ട് എന്റെ ഹിത മനസ്സിലാക്കി, എന്റെ പദ്ധതി മനസ്സിലാക്കി എന്നെ അനുഗമിക്കുന്നവൻ മതി എന്റെ പിന്നാലെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകല് കർത്താവിന്റെ സന്നിധി നമ്മളൊന്ന് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ ഞാൻ അനുഗമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ വിളി ഇന്ന് കാതിൽ മുഴങ്ങുന്നുണ്ടോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ, ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ സമയത്ത് വേറൊരാൾ വന്നു, അവൻ വേറെ ശിഷ്യനായിരുന്നു അല്ലേ? ആ വചനത്തിൽ അങ്ങനെയല്ലേ? ശിഷ്യന്മാരിൽ വേറൊരുത്തൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൻ യേശു കർത്താവിന്റെ കൂടെ നടക്കുന്നവനാണ്, ഗുരുവാണെന്ന് അംഗീകരിച്ചവനാണ്, യേശു കർത്താവിന്റെ ഒപ്പം നടക്കുന്നവനാണ് അല്ലേ? ശിഷ്യൻ 12 പേരിൽ ഒരാളല്ല.
ഒരു പക്ഷേ 70 പേരിൽ ഒരാളായിരിക്കാം. കർത്താവിന് ഒത്തിരി ശിഷ്യന്മാരുണ്ടായി. ഈ ശിഷ്യന്മാരെല്ലാം കുറേശ്ശെ കൊഴിഞ്ഞു. അപ്പൊ നമ്മൾ ചിന്തിക്കും, നമ്മുടെ സഭയിലേക്ക് എത്രയോ ആളുകൾ വരുന്നുണ്ടായി. ഞാൻ വരുന്നതിന് മുമ്പ് ഏകദേശം 2 വർഷം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ചർച്ച് 50ാമത്തെ വാർഷികം ആഘോഷം എന്നുള്ള വാക്ക് തെറ്റി, സോറി, നമ്മള് 50ാമത്തെ വാർഷികത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ആമേൻ. എങ്ങനെ വിവരം അതിനെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കാം. നിസ്സാര കാര്യമാണ്. ഒരു 50 വർഷം ഒരു ദൈവസഭ ഒരു ദേശത്ത് നിലനിന്ന എന്ന് പറയുന്ന കാര്യം, അതിനെ ദൈവത്വത്തോളം വളർത്തിയ കാര്യം നിസ്സാരമായ കാര്യമാണോ? ആമേൻ. നമുക്ക് 60 വർഷമായി കഴിഞ്ഞാൽ ഷഷ്ഠപൂർത്തി ചിലരുണ്ടല്ലോ, വർഷാവർഷം കുഞ്ഞുങ്ങൾക്ക് കേക്ക് മുറിക്കുന്നുണ്ടല്ലോ. ഇനി 80 വയസ്സായവർക്ക് പോലും കേക്ക് മുറിക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ 50 വർഷമായിരിക്കുന്ന ദൈവസഭയിൽ ദൈവസഭയെ വളർത്തിയതും ഈ ദൈവസഭയ്ക്ക് വേണ്ടി ചുമല് കൊടുത്തവരും ഈ ദൈവസഭയ്ക്ക് വേണ്ടി രക്തമൊഴിക്കവരും ഈ ദൈവസഭയ്ക്ക് വേണ്ടി വിയർപ്പൊഴിക്കവരുമായ ആളുകളെ ഒന്ന് സ്മരിക്കാനുള്ള ഒരു സമയം കൂടെയാണ് ഇതൊക്കെ. 50 വർഷത്തെ കാലയളവിൽ ദൈവസഭയ്ക്ക് ദേശത്ത് എന്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞെന്നും വരും നാളുകളിൽ ദൈവസഭയുടെ ദൗത്യം എന്താണെന്നും ഒക്കെ ചിന്തിക്കാനുള്ള സമയം കൂടെയാണ് 50 വർഷം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതൊരു ആഘോഷവും ആമേൻ 50 വർഷത്തിന്റെ പെരുന്നാളൊന്നും അല്ല കേട്ടോ. അങ്ങനെ ചിന്തിക്കരുത്. ആമേൻ. നമുക്ക് അങ്ങനെ പെരുന്നാളൊന്നുമില്ല. ഞാൻ സന്ദർഭോചിതമായി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പക്ഷേ വേറൊരു ശിഷ്യൻ, അവന് ശിഷ്യനാണ്, ഞാൻ നേരത്തെ പറഞ്ഞ ശിഷ്യനാണ്. അവൻ ചോദിക്കുകയാണ്, കർത്താവേ, അക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ, അക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ അത്ഭുതങ്ങളുണ്ട്, ഇവിടുത്തെ അടയാളങ്ങളുണ്ട്, ഇവിടുത്തെ വീര്യപ്രവർത്തികളുണ്ട്, ഇവിടെ മരിച്ചവരെ ഏൽപ്പിക്കുന്നുണ്ട്, ഇവിടെ രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം വിട്ട് എന്തിനാ കർത്താവെ അക്കരയ്ക്ക് പോകുന്നു? ഇവിടെ തന്നെ അങ്ങ് നിന്ന പോലെ. ഇതാണ് ചോദ്യം. അവൻ ചോദിക്കാതെ ചെയ്യുന്ന ചോദ്യം ഇതായിരിക്കും. അക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ അവൻ ചോദിക്കുകയാണ്, കർത്താവേ, ഞാൻ വരാം, പക്ഷെ എന്റെ അപ്പനെ അടക്കണം. ഇപ്പൊ ഇതുവരെ അവൻ അപ്പനെ അടക്കണ്ടായിരുന്നു. അപ്പൻ മരിച്ചിട്ട് എത്ര ദിവസമായി? അപ്പൻ മരിച്ചിട്ട് എത്ര സമയമായി? ഇനി അപ്പൻ മരിക്കാൻ പോകുന്നതെന്നുള്ളതെന്ന് ആർക്കറിയാം? കാരണം ഞാൻ ഇതിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഞാനൊരു പുസ്തകത്തിൽ, പല പുസ്തകങ്ങളിൽ വായിച്ചിട്ടുള്ള ഇതാണ്, ഈ മരിച്ചു കഴിഞ്ഞിട്ടാണ് ഈ വസ്തുക്കൾ വീതം വെക്കുന്നത്. അപ്പൊ എവൻ ഇതൊന്നും കുറയാൻ പാടില്ല. അപ്പൻ മരിച്ചാലും മരിച്ചില്ലേലും, പണ്ട് ആരോ പറഞ്ഞതുപോലെ മരിച്ചാലും മരിച്ചില്ലേലും നാളെ അപ്പന്റെ ശവോടക്കാന്ന് പറയാൻ പറ്റില്ല. കാരണം അപ്പൻ മരിച്ചിട്ട് വേണം ഇത് വീതം വെക്കാൻ. ഇത് വീതം വെക്കണമെങ്കിൽ, ന്യായമായ സ്ഥലം കെട്ടണമെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാകും. ഇല്ലെങ്കിൽ നമുക്ക് പല സഹോദരന്മാരെല്ലാം കൂടെ കാര്യപ്രാപ്തിയുള്ള സഹോദരന്മാരെല്ലാം കൂടി വസ്തു വീതം വെക്കും. നമ്മുടെ നാട്ടിൽ നടപ്പാണ്. എന്നിട്ട് വലിയ കാര്യപ്രാപ്തി ഇല്ലാത്തവനും, സംസാരിക്കാൻ അറിയാൻ വയ്യാത്തവനും, വലിയ കഴിവില്ലാത്തവനും ഒക്കെ ആമേൻ അവിടുത്തെ ആർക്കും വേണ്ടാത്ത പുറം ഭാഗത്ത് കിടക്കുന്ന സ്ഥലം എഴുതി കൊടുക്കും. വഴക്കുണ്ടാക്കാനും പോകുന്നില്ല, തർക്കിക്കാനും പോകുന്നില്ല, സംസാരിക്കാനും പോകുന്നില്ല, കേസ് കൊടുക്കാനും പോകുന്നില്ല. അത് ചേട്ടന്മാർക്കെല്ലാം അറിയാം എവനിത് കിട്ടിയാൽ ഇതും കൊണ്ട് പോകുമെന്നുള്ള കാര്യം. ഇതുകൊണ്ടായിരിക്കാം ഇവൻ പറഞ്ഞത്, ഞാൻ എന്റെ അപ്പനെ അടക്കി വെച്ച് വരാം. കാരണം ഇതല്ലെങ്കിൽ അവൻ നേരത്തെ പോയില്ലേ? ഈ അക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞപ്പോഴാണോ അവൻ പറയുന്നത് അപ്പനെ അടക്കിച്ചു വരാമെന്ന് പറയുന്നത്? അല്ലേ? അല്ലെങ്കിൽ നേരത്തെ വന്ന് പറയുന്നത്? നിങ്ങൾ എന്റെ ഒപ്പം പറഞ്ഞു കേട്ടോ. ഞാനിത് പറയുമ്പോൾ ഇതൊക്കെ കൈ അടിച്ച് അല്ലലിയോ പറഞ്ഞ ഉണർവിന്റെ മെസ്സേജ് ഒന്നും അല്ല ഞാൻ ഈ പറയുന്നത്. അത് ഉണർവ് നമ്മുടെ മനസ്സിൽ നിന്നാണ് വരുന്നത്, നമ്മുടെ അകത്തു നിന്നാണ് വരുന്നത്. അപ്പൊ എന്റെ ഒപ്പം വന്നെങ്കിലേ ഈ മെസ്സേജിന്റെ ആരും നിങ്ങൾക്ക് പിടുത്തം കിട്ടുകയുള്ളൂ. ആമേൻ. അപ്പോഴേ പണ്ട് കാലഘട്ടത്തിലെ എന്നോടുള്ള സ്നേഹിതന്മാരൊക്കെ ഇങ്ങനെയുള്ള മെസ്സേജുകൾ നമുക്ക് കുറയ്ക്കണം എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ സഭയ്ക്ക് ഇതൊരു ആവശ്യമാണ്. പ്രിയമുള്ളത്, ഞാൻ പറയട്ടെ, ഇവിടത്തേക്ക് വരുമ്പോൾ ഇവന്റെ അപ്പൻ മരിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. എന്റെ അപ്പനെ ഒന്ന് കുറിച്ചിട്ടുണ്ട്. കാരണം മരിച്ചിരുന്നെങ്കിൽ എപ്പോഴേ പോയനെ. തീർച്ചയായിട്ടും ഒരു ശിഷ്യന്റെ അപ്പൻ മരിച്ചാൽ കർത്താവ് അവിടെ പോകാനുള്ള സാധ്യതയുണ്ടല്ലേ? മോനെ, നീ ഒറ്റയ്ക്ക് പോകണ്ട കേട്ടോ. നമ്മുടെ ചില കൺവെൻഷൻ പ്രാസംഗികരായിരിക്കുന്ന ചില ദേവദാസന്മാർ, അദ്ദേഹത്തെ ചിലരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പേരൊന്നും പറയുന്നില്ല. എവിടെ മരണമുണ്ടോ അദ്ദേഹം ആ പരിസരത്തുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ പോയിരിക്കും. അപ്പൊ കർത്താവ് മരിച്ചെടുത്ത് പോകാതിരിക്കുകയുള്ളൂ. പോകും. ആമേൻ. തീർച്ചയായിട്ടും പോകും. കാരണം കൂടെ നടക്കുന്നവന്റെ അപ്പനാണ് മരിച്ചത്.
എൻ്റെ ചിന്തയാണ് കേട്ടോ, എൻ്റെ ചിന്തയാണ് പോകുമെന്നുള്ള കാര്യമൊക്കെ പറയുന്നത്. അപ്പോ കർത്താവ് ആദ്യം ഞാൻ പോയി എൻ്റെ അപ്പനെ അടക്കം ചെയ്യട്ടെ, അടക്കിയിട്ട് വരാം. അപ്പൊ കർത്താവ് പറഞ്ഞു, നീ എന്റെ പിന്നാലെ വരിക. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ ആരൊന്നും മിണ്ടുന്നില്ലല്ലോ, അടക്കം ചെയ്യട്ടെ. ഇത് വളരെ ശക്തമായിട്ടുള്ളൊരു വാക്കാണ്. ജീവിതത്തെ മാറ്റുന്ന ഒരു വിളിയാണ് ഈ വാക്ക്. ദർശനത്തെ മാറ്റുന്ന ഒരു വിളിയാണ്. നാളെ നിന്റെ അപ്പൻ മരിക്കുന്നത് കാത്ത നീ അവിടെ കാത്തിരിക്കണ്ട. നീ ഇതുവരെ ഒന്നും ശുശ്രൂഷിക്കാൻ പോയില്ലോ. നിന്റെ ഭാര്യ നോക്കുന്നുണ്ടൊക്കെ ശരിയാണ്, പക്ഷേ എന്റെ വിളിയാണ് പ്രധാനം. ഇപ്പോൾ നീ എന്റെ കൂടെ അക്കരയ്ക്ക് വന്നു. ആമേൻ. നാളത്തെ കാര്യമല്ല, നീ എന്റെ പിന്നാലെ വരിക. അത് പിന്നീട് എന്നൊരു വാക്കില്ല, ഇപ്പോൾ എന്നതാണ്. പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെ ഒക്കെ വിളിച്ചപ്പോൾ വല അന്തരം തന്നെ വിട്ടു. വല വിട്ടു, പടക് വിട്ടു. പത്രോസിന് പടകിനകത്ത് ഇഷ്ടം പോലെ മീനാണ് കേട്ടോ. പക്ഷേ ഇത് വിറ്റിട്ട് വരാമെന്ന് പറഞ്ഞില്ല. ആ മീൻ എന്ത് സംഭവിച്ചു പോലും അറിയത്തില്ല. ആളുകളെല്ലാം മീൻ വാരിക്കൊണ്ട് പോയി കാണാൻ സാധ്യതയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ കൊക്കോക്കോളയോ പെപ്സിയോ ഇങ്ങനെയുള്ള കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുപോകുന്ന ഒരു വണ്ടി, ഒരു ലോറിയോ മറ്റോ ഒരു ഭാഗത്ത് അപകടത്തിൽപ്പെട്ട് വണ്ടി മാറി. ഇത് ഈ അടുത്ത സമയത്ത് നടന്നൊരു വാർത്ത. ഞാൻ ഒരുപാട് വായിക്കുന്നതുകൊണ്ട് ഇതിനുള്ള വാർത്തകളൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ വായിക്കും ശ്രദ്ധയോടെ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ലോകം, ഈ അപകടത്തിൽപ്പെട്ട ഡ്രൈവറും ക്ലീനറും ഒക്കെ വണ്ടിക്കകത്ത് കിടക്കുക. ആളുകൾ അവരെ ആശുപത്രി കൊണ്ടുപോയല്ല നോക്കിയത്. ആളുകൾ വലിയ ചാക്കുമായിട്ടൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുക, ഈ പെപ്സി കൊക്കോക്കോള എല്ലാം കൂടെ കൊണ്ടുപോവുക. ഈ അപകടത്തിൽപ്പെട്ട ആളിപ്പോഴും അവിടെ കിടക്കുക, ആശുപത്രി പോവുക. അല്ലേ? അപ്പൊ പത്രോസ് വിട്ടിട്ട് പോയ വള്ളത്തിൽ, എന്റെ ചിന്തയാണ് കേട്ടോ, ചിന്തയാണ്. ചിലപ്പം കൂടെ ആളുകളുണ്ടോന്ന് നമുക്കറിയത്തില്ല. പത്രോസിന്റെ കൂടെ സഹായിക്കാൻ ഒരാളുകൾ ഉണ്ടായിരുന്നു അറിയത്തില്ല. അങ്ങനെയെങ്കിൽ ഈ പത്രോസിന്റെ പടകിലുണ്ടായിരുന്ന മീനൊക്കെ ആ നാട്ടുകാർ വാരിക്കൊണ്ട് പോയി കാണും. പക്ഷേ അത് വിറ്റിട്ട് വരാമെന്ന് പറഞ്ഞില്ല. കുറച്ചുകൂടെ സമയം പത്രോസ് കർത്താവിനോട് ചോദിച്ചില്ല. കർത്താവ്, നീ എന്നെ അനുഗമിക്കാന്ന് പറഞ്ഞപ്പോൾ, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് വിട്ടിട്ട് കർത്താവിന്റെ ഒപ്പം പോയി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ആമേൻ. നമ്മളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. നിന്റെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. നിന്റെ മേലുള്ള ദൈവവിളി എവിടെയാണ്? കർത്താവ് പറയുന്നു, നീ എന്നെ പിന്നാലെ വരിക. എനിക്ക് നിന്നെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ നിന്നെ മുമ്പേ ഉണ്ട്. ഞാൻ നിന്നെ ഒറ്റയ്ക്കല്ല വിടുന്നത്. ആമേൻ. ചെന്നായ്ക്കളുടെ നടുവിൽ ആളുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കല്ല. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, ഒറ്റയ്ക്കല്ല, ഒറ്റയ്ക്ക് ഞാൻ നിങ്ങളെ വിടുന്നില്ല. പക്ഷേ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. മാത്രമല്ല, ഞാൻ നിങ്ങളെ ആടുകളെ പോലെ അയക്കുമ്പോൾ യഹൂദാ ഗോത്രത്തിലെ സിംഹമായി, മരണത്തെ ജയിച്ചവനായി, പാതാളത്തെ ജയിച്ചവനായി, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ജയാളിയായി ക്രിസ്തുവായി ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവ് നിന്നെ കുറിച്ച് പറയുകയാണ്, നീ എന്റെ പിന്നാലെ വരണം. കാരണം ഞാൻ നിന്റെ മുമ്പേ ഉണ്ട്. നീ എന്റെ പിന്നാലെ വരാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം, കൊച്ചിനോട് നമ്മൾ പറയാം, നീ എന്നെ പുറകെ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ നിന്നെ മുമ്പേ ഉണ്ടെന്നാ. നിനക്ക് വഴിയൊരുക്കാൻ, നിനക്ക് കുഞ്ഞിനെ വഴിയൊരുക്കാൻ. എന്തെങ്കിലും സംഭവിച്ചാൽ കുഞ്ഞിനെ രക്ഷിക്കാൻ, എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു നായ ഓടി വന്നാൽ കുഞ്ഞിനെ രക്ഷിക്കാൻ, കുഞ്ഞൊന്ന് വീണാൽ അത് ഓടി വന്നൊന്ന് പിടിക്കാൻ, കൈ ഒന്ന് പിടിച്ച് ഉയർത്താൻ, പ്രൈസ് ദി ലോർഡ്, ഞാൻ ഒപ്പം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അതാ നമ്മൾ കുഞ്ഞിനോട് പറയുന്നത്, നീ എന്റെ പുറകെ വന്നാൽ മതി. നീ മുമ്പേ പോകണ്ട കേട്ടോ. മുമ്പ് പോയാൽ ചിലപ്പോ പാമ്പ് വല്ലതും ഉണ്ടോന്ന് അറിയത്തില്ല, കല്ല് വല്ലതും ഉണ്ടോന്ന് അറിയത്തില്ല, മുള്ളു വല്ലതും ഉണ്ടോന്ന് അറിയത്തില്ല, തടസ്സങ്ങൾ വല്ലതും ഉണ്ടോന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ മുമ്പേ പോകുന്നത് നിന്റെ കാലെ മുള്ളു കൊള്ളാതിരിക്കാനാ. നിന്റെ കാലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കല് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കോളഞ്ചേരി എന്ന ഭാഗത്ത് താമസിച്ചുള്ള സമയത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ്
ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നൊരു 15-18 വർഷമൊക്കെ ആയി തോന്നുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് 18 വർഷത്തിന് മുകളിലായി. അങ്ങനെ പോകുന്ന സമയത്ത് ഞാനൊരു വീട് പണിത്, ഞങ്ങളുടെ ഒരു വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിന് സാമ്പത്തികമായ ചില ക്രമീകരണങ്ങൾ ഒക്കെ ചെയ്ത് ആ നിലയിലും കൂടെ ആ നിലയിലുണ്ട്. അപ്പൊ ആ വീട് പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ഞങ്ങൾ സന്ധ്യയ്ക്കാണ് ആ വീട്ടിലേക്ക് പോകുന്നത്. കാണാൻ ഒരു വയലിൽ കൂടെ വേണം പോകാൻ. അങ്ങനെ പോകുന്നതായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ നോക്കുമ്പോൾ ഇപ്പൊ ശിവ ഈ കുഞ്ഞായിട്ട് ഒരു ചെരുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഞങ്ങളുടെ മുമ്പേ ഇങ്ങനെ പോവുകയാണ്. ശരിക്കും പറഞ്ഞ കൊച്ചിനെ അങ്ങനെ മുമ്പേ നടത്താൻ പാടില്ല എന്നൊക്കെ പിന്നീട് ഇപ്പൊ ഇത് വല്ല വായിക്കുമ്പോൾ ശരിക്കും ചിന്ത വരുന്നുണ്ട്. മുമ്പേ പോകുമ്പോ നോക്കുമ്പോൾ കൊച്ചു പോയെടുത്ത് കാല് വെച്ച ഭാഗത്ത് ഒരാൾ പടയ്ക്കുന്നു. നോക്കിയപ്പം ഒരു പാമ്പാണ്, നല്ല വിഷമുള്ള ഒരു പാമ്പ്, വയലിലുള്ള നല്ല വിഷമുള്ള പാമ്പ്. പാമ്പ് എന്താണെന്നും കാണാൻ പറ്റില്ല. ഈ ഹീലുള്ള ഈ കൊച്ചിന്റെ കാലിന്റെ ചെരുപ്പ് കൃത്യം കൊണ്ടത് തലയ്ക്കായതുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല. കൊച്ചങ്ങ് പോവുകയും ചെയ്തു. ഞങ്ങൾ പിന്നാലെ വരികയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പാമ്പ് പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തു. പ്രിയമുള്ളവരെ, അതേസമയം കൊച്ചു ഞങ്ങളുടെ പുറകിലായിരുന്നെങ്കിൽ ഞങ്ങള് പാമ്പിനെ കാണുകയും കൊച്ചിനെ എടുക്കുകയും കൊച്ചിനെ ഞങ്ങള് സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. കർത്താവ് അങ്ങനെയല്ല. കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ മുമ്പേ ഉണ്ട്. നീ എന്റെ പിന്നാലെ വന്നാൽ മതി. നിനക്കൊരു അപകടം വന്നാൽ നിന്നെ സംരക്ഷിക്കാൻ ഞാനുണ്ട്. നിനക്കൊരു പ്രയാസം വന്നാൽ നിന്നെ സംരക്ഷിക്കാൻ ഞാനുണ്ട്. നിനക്കൊരു കണ്ണുനീര് വന്നാൽ കണ്ണുനീര് വരില്ലെന്നല്ല, കണ്ണുനീർ തുടയ്ക്കാൻ ഞാനുണ്ട്. ലാസന്റെ കല്ലറയുടെ വാതിൽക്കലും യേശു കർത്താവ് കണ്ണുനീർ വാർത്തു. പക്ഷേ 4 ദിവസമായി കരയുന്ന പ്രൈസ് ദി ലോർഡ് മാർത്തയുടെ മറിയുണ്ട്. കണ്ണുനീര് ധാരാളമായി ഒഴുക്കി. പക്ഷെ ലാസർ മരിക്കാൻ കിടക്കുന്നതിന് മുമ്പും അവർ കരഞ്ഞതാണ്. ഒരുപാട് കരഞ്ഞു. നിനക്ക് പ്രിയരായവൻ മരിക്കാൻ കിടക്കുന്നു. നീ സ്നേഹിക്കുന്ന ലാസർ മരിക്കാൻ കിടക്കുന്നു. വേഗം വരിക. വന്നില്ല. കണ്ണുനീരോടെ കാത്തു. പക്ഷെ കർത്താവ് വന്നില്ല. പക്ഷെ അവിടെ കണ്ണുനീർ തുടച്ചത് എവിടെയാണ്? 4-ാം ദിവസം, മരിച്ച 4-ാം ദിവസമായപ്പോൾ ലാസറിന്റെ കല്ലറയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ, ലാസർ ജീവനുള്ളവനായി പുറത്തു വന്നപ്പോൾ അവിടെ കണ്ണുനീർ കർത്താവ് തുടച്ചു. നീ കർത്താവിനൊപ്പം നടക്കുമ്പോൾ, നീ കർത്താവിനെ സ്നേഹിക്കുമ്പോൾ, നിന്റെ കുടുംബത്തെ കർത്താവ് സ്നേഹിക്കുമ്പോൾ, വചനം അങ്ങനെയാണ്, ലാസറിനെയും സഹോദരിമാരെയും യേശു സ്നേഹിച്ചിരുന്നു. യേശു സ്നേഹിക്കുന്ന വീട്ടിൽ കണ്ണീര് വരാം. യേശു സ്നേഹിക്കുന്ന വീട്ടിൽ കഷ്ടത വരാം. യേശു സ്നേഹിക്കുന്ന വീട്ടിൽ രോഗം വരാം. യേശു സ്നേഹിക്കുന്ന വീട്ടിൽ മരണം വരാം. യേശു സ്നേഹിക്കുന്ന വീട്ടിലും എന്തും വരാം. പക്ഷെ നിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ, നിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ, നിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ നിനക്ക് മുമ്പായി യേശു കർത്താവുണ്ട്. ഇന്നത്തെ സമയം മനുഷ്യൻ ചോദിക്കുകയാണ്, കർത്താവേ കുറച്ചുകൂടെ സമയം വേണം, കുട്ടികൾ കുറച്ചുകൂടെ വലുതാകാനുണ്ട്, ഒരു ജോലിയൊക്കെ കിട്ടട്ടെ, അവരൊക്കെ നല്ല നിലയിലാകട്ടെ, എന്നിട്ട് വരാം, എന്നിട്ട് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീടുകളിലൊക്കെ എത്രയോ നാളുകളെ ഉപവാസ പ്രാർത്ഥന നടന്നിട്ട്, എനിക്കറിയാം നിങ്ങളുടെ വീട്ടിലൊക്കെ മിക്കവാറും നിങ്ങൾ പറയാറുണ്ട്, ഒരു ഉപവാസം വെക്കണം, ഒരു ഉപവാസം വെക്കണം, നിങ്ങൾ പറയാറുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. ഇത് ദൈവാത്മാ സംസാരിച്ചിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. സാധാരണയായിട്ട് ആത്മീയരായിരിക്കുന്ന വീടുകളിൽ ദൈവസഭയിലുള്ള ആളുകൾ പലപ്പോഴും വീട്ടിൽ പറയുന്ന ഒരു കാര്യമാണ്, സഭയിൽ നമ്മുടെ വീട്ടില് ഒരു ദിവസമെങ്കിലും ഉപവാസം വയ്ക്കാം. എന്താ വെക്കാത്ത? നമ്മൾ പറയാം കുറച്ചുകൂടെ പോട്ടെ, ഇച്ചിരി പൈസക്ക് കൈ വരട്ടെ. നമ്മൾ ഈ പൈസ കൈ വരട്ടെന്ന് പറഞ്ഞത് മാറ്റിവെക്കും തോറും പിശാചിനറിയാം, ആമേൻ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ആർക്കറിയാം? ദൈവത്തിനും അറിയാം. കാരണം കൈ പൈസ വരുമ്പോ നമ്മൾ വേറെ എന്തെങ്കിലും ആ പൈസ കൊണ്ട് വേറെ എന്തെങ്കിലും ചെലവാക്കും. അപ്പൊ നമ്മൾ ഇത് നാളത്തേക്ക് മാറ്റി വെക്കുകയാണ്.
ദൈവവിളിയുടെ കാര്യത്തിലും ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കാര്യത്തിലും ദൈവം സംസാരിക്കുന്ന കാര്യത്തിലുമൊക്കെ നമ്മൾ മാറ്റിവെക്കുകയാണ്. കുറച്ച് സമയം കൂടെ കുട്ടികളൊന്ന് വലുതാകട്ടെ, കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാകട്ടെ. പക്ഷേ ഇത് തന്നെ അവൻ പറഞ്ഞത്, അക്കരയ്ക്ക് പോകാൻ വരട്ടെ കർത്താവേ. ഇപ്പൊ കർത്താവൊക്കെ അക്കരയ്ക്ക് പോക്കോ. പക്ഷെ ഞാൻ എൻ്റെ അപ്പൻ്റെ മരണമൊക്കെ കഴിഞ്ഞ് അടക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതിനകത്ത് കുറച്ച് വിലാപ പ്രാർത്ഥനയൊക്കെ ഉണ്ട്, അതെല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് സ്വസ്ഥമായി കഴിയുമ്പോൾ ഞാൻ വരാം. കർത്താവിനോട് പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ. ആമേൻ. പക്ഷെ അവൻ പോയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല, നമുക്ക് ആർക്കും അറിയില്ല. പോയ കർത്താവിനെ കയ്യെ പിടിച്ച് നിർത്തുകയില്ല, അത് വേറെ കാര്യം. കർത്താവിനെ അങ്ങനെ കയ്യെ പിടിച്ച് ചെയ്യിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ കർത്താവിനില്ല. പറയാനുള്ള കാര്യം, ഇപ്പൊ ഞാനൊരു കാര്യം ഒരാളോട് പറയാണ്, സഹോദര, സഹോദരി, അച്ചായ, ആന്റി, സാറേ, ആമേൻ, പാസ്റ്ററെ, ഇതാണിത്, എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്. ഞാൻ പലപ്പോഴും പറയാം, എൻ്റെ അഭിപ്രായം ഇതാണ്, ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് സാറിന് തന്നെ പറയാം. പക്ഷെ കേട്ടില്ല എങ്കിലോ? ആമേൻ. കേട്ടില്ല എങ്കിൽ പിന്നീട് വരുന്ന കാര്യങ്ങളൊക്കെ അവനവനാണ് പിന്നീട് അത് ഫേസ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പറയാറുണ്ട് കുറച്ച് സമയം കൂടി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവം നിന്നെ വിളിക്കുമ്പോൾ, ദൈവം നിന്നോട് സംസാരിക്കുമ്പോൾ നാളെ എന്നല്ല ഇന്നാണ്. പ്രൈസ് ദി ലോർഡ്. നാളേക്കല്ല ദൈവം നിന്നെ ആ കാര്യത്തിന് വേണ്ടി കാണുന്നത്, ഇന്നാണ്, ഇന്നേക്ക് വേണ്ടി കിട്ടാം. പ്രൈസ് ദി ലോർഡ്. മോശ പറഞ്ഞു, വേറൊരാളെ അയച്ചാൽ മതി, 80 വയസ്സായി, ഇനിയിപ്പോ എനിക്ക് പോകാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട്, പക്ഷെ മനസ്സില്ല, ദർശനമൊക്കെ പോയി. മോശ പറഞ്ഞു, വേറൊരാളെ അയച്ചാൽ മതി. കർത്താവ് പറഞ്ഞു, മോശേ, ഞാന് നിന്നെ ഇപ്പഴാ കാണുന്നത്, 80ാമത്തെ വയസ്സിലാണ് കാണുന്നത്, 81ാമത്തെ വയസ്സിലുമല്ല കാണുന്നത്, 80ാമത്തെ വയസ്സിലാണ്. ഇപ്പോൾ ഈ ആടുകളെ എല്ലാം നീ കളഞ്ഞിട്ട് പോകരുത്. കർത്താവിനെ പറഞ്ഞ് കാണാൻ സാർ, കർത്താവിന് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല, ഞാൻ ഭാവനെ പറയാം. നിന്റെ അമ്മായിപ്പൻ നിന്നെ ഉത്തരവാദിത്വത്തോടുകൂടി ഏൽപ്പിച്ചതായിരിക്കും ഈ ആടുകളെ. നീ നിന്റെ അമ്മായിപ്പനെ ഈ ആടുകളെല്ലാം ഏൽപ്പിച്ച് എണ്ണമൊക്കെ കൊടുത്ത് ഇനി താമസിക്കണ്ട കേട്ടോ. ഫോൺ വിളിച്ച അമ്മായിപ്പനോടൊന്ന് വരാൻ പറഞ്ഞതല്ല, എന്ന് ഏൽപ്പിക്ക്. ഇപ്പോൾ തന്നെ, ഇതെന്താ സമകാലിക ഭാഷ പറയും, ഇപ്പോൾ തന്നെ നീ പോകണം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് വൈകാൻ പാടില്ല, വൈകുന്നത് അപകടകരമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ മനുഷ്യൻ പറഞ്ഞ ആദ്യം എന്നൊരു വാക്കാണ് ഉപയോഗിച്ചത്. ആദ്യം എന്റെ അപ്പനെ അടക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്നത്, നമ്മൾ പറയുന്ന ആദ്യം കുടുംബം, ആദ്യം ജോലി, ആദ്യം എന്റെ കാര്യങ്ങൾ, പിന്നെ ദൈവം, എന്റെ മക്കൾ, എന്റെ മോളുടെ വിവാഹം. ഞാൻ ഒരു കാര്യം പറയാം, ആമേൻ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കുടുംബത്തിന് ഉത്തരവാദിത്തങ്ങൾ ചെയ്യാത്ത ഒരു മനുഷ്യന് ദൈവവേല ചെയ്യാനും പറ്റില്ല കേട്ടോ. കുടുംബത്തെ ഉപേക്ഷിച്ചൊരു ദൈവവേല ഇല്ല. കുടുംബത്തെ ഉപേക്ഷിച്ച് വീട്ടുകാര്യങ്ങൾ നോക്കാതെ അവൻ സഭയിലെ പ്രവർത്തനങ്ങൾക്ക് ആരും വരരുത്. വീട്ടിൽ കിടക്കുന്നതായിരിക്കുന്ന കുഞ്ഞിനെ അവൻ കഞ്ഞി കൊടുക്കാതെ സഭയിൽ ഒരു കാര്യത്തിന് വരരുത്. അതിന് രാത്രി വെളുപ്പിനൊക്കെ എഴുന്നേറ്റ് കഞ്ഞിയൊക്കെ വെച്ച് അതിന് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം കൊടുത്ത് നേരത്തെയൊക്കെ എഴുന്നേൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതെല്ലാം ചെയ്തിട്ട് വേണം അവൻ വരാൻ. കുടുംബം ആവശ്യമാണ്. പക്ഷെ കുടുംബത്തിന്റെ പേരിൽ നീ കർത്താവിന് വേണ്ടി ചെയ്യാൻ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മാറ്റിവെക്കും. കുടുംബം നിനക്ക് തടസ്സമാകരുത്. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാൻ ആ സേവിക്കുന്നതിനെ കുറിച്ച് ഒരു കഥ നിങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അത് ഓർമ്മ കാണാൻ സാധ്യതയില്ല, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ വീണ്ടും വീണ്ടും അതേ ഉദാഹരണം തന്നെ പറയും. ഒരു മനുഷ്യന് നല്ലൊരു വീടൊക്കെ വെച്ചു. ഇപ്പൊ പറയുമ്പോ ഓർമ്മ, നല്ലൊരു വീടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അതേ കാലം മേളിൽ എഴുതി വെച്ചു, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. എല്ലാവരും വാക്യം കണ്ടു പറഞ്ഞു. നല്ല ഒരു വാക്യമാണ്. ഞാൻ ഈ വീട് സമർപ്പണം കഴിയുമ്പോൾ സാധാരണ നിലയിൽ ഈ അടുത്ത കാലത്തായി കൊടുക്കുന്നത് ഇങ്ങനെ ഒരു വാക്യം എഴുതിയിട്ടാണ് സാറിന് നിലയിൽ കൊടുക്കുന്നത്, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അത് പ്രത്യേകമായ ദീപ്ഷിയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യും.
അപ്പൊ ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അദ്ദേഹം അവിടെ വീടിന്റെ മുകളിൽ നമ്മൾ പണ്ട കണ്ടില്ല, നമ്മുടെ മതിലേലും നമുക്ക് ഒരുപാട് തീഷ്ണതയൊക്കെ വരുന്ന സമയത്ത് മതിലേലും വീടിന്റെ ഭിത്തിയിലും ഒക്കെ ആളുകൾ വാക്യം എഴുതി. അപ്പൊ അത്രമാത്രം തീഷ്ണത ഇല്ലാത്തോണ്ടാണോന്ന് അറിയത്തില്ല, ഇപ്പൊ വാക്യം എഴുത്തൊന്നും ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ പ്രകോപനപരമായ വാക്കുകൾ എഴുതാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ ഞാൻ എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇതുകൊണ്ട് ആർക്കും ഒരു ദോഷമില്ലാത്തൊരു വാക്യമാണ്. കുറെ നാൾ കഴിഞ്ഞ് വീടിന് പെയിന്റ് അടിക്കാനൊക്കെ താമസമൊക്കെ എന്തോ സംഭവിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വായിക്കുന്നവരെല്ലാം വായിക്കുന്നത് അങ്ങനെ വായിക്കുന്ന അറിയാമോ? എന്നോട് പണ്ട് പറഞ്ഞിട്ടുള്ള അതുകൊണ്ട് ഓർമ്മയുണ്ടോന്ന് അറിയാൻ വേണ്ടി. ഓർമ്മയുണ്ടവരൊക്കെ പറയാം പിന്നെ അങ്ങനെ വായിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ല, അതാണ് കാര്യം. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്നുള്ള നിശ്ചയം മാഞ്ഞുപോയി. അപ്പൊ പിന്നെ അങ്ങനെ വായിക്കും. ആരൊന്നും മിണ്ടുന്നില്ല. നിശ്ചയില്ല എന്ന് വായിക്കും. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്നുള്ളത് നിശ്ചയം മാറിപ്പോയപ്പോൾ ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ വിൽക്കുമെന്നായിപ്പോയി. ഞാൻ പറഞ്ഞു വരാം, ഉദാഹരണത്തിൽ ഇങ്ങനെ പറഞ്ഞു വന്നത് അത്രയേ ഉള്ളൂ. ആദ്യം കുടുംബം, ആദ്യം ജോലി, ആദ്യം എന്ന കാര്യം. നമ്മുടെ ആ ഒരു കാഴ്ചപ്പാട് പഴയ ദർശനത്തിലേക്ക് വരണം. പക്ഷെ ഒരു കാര്യം, ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഒന്നാമതായിട്ട് വരണം. ദൈവത്തിന് വേണ്ടി ഒന്നാമതായിട്ട് വരണം. നമ്മൾ വേദപുസ്തകത്തിനകത്ത് ഒരു ഫെലിക്സിനെ കുറിച്ച് കാണാൻ പറ്റും. ഫെലിക്സ് രാജാവ്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 24-ാം അധ്യായത്തിൽ 25-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ പൗലോസ് അദ്ദേഹത്തോട് സുവിശേഷം പറയുകയാണ്. എന്നാൽ അവൻ നീതി, ഇന്ദ്രിയജയം, വരുമാനം, ന്യായവിധി എന്നിവയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫേലിക്സ് ഭയപരവശനായി. തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ ഞാൻ നിന്നെ വിളിപ്പിക്കാമെന്ന് പറഞ്ഞു. കേട്ടപ്പോ വല്ലാതെ ഭയന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പൗലോസ് അടുത്ത വാക്യം വായിക്കുമ്പോഴാണ് മനസ്സിലാകും, വാക്യം വായിപ്പിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ പൗലോസിനെ ഞാൻ വിളിക്കാം, കേൾക്കും. കാരണം ഞാൻ വിചാരിച്ചത് സുവിശേഷമൊക്കെ പറയാൻ പറ്റും. ഇഷ്ടംപോലെ പണമുണ്ട്, നല്ല അധികാരമുണ്ട്, പിന്നെയും പണത്തിന് അത്യാവശ്യമാണ്. താഴ്ന്ന വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, പൗലോസ് തനിക്ക് ദ്രവ്യം തരുമെന്ന് പറഞ്ഞ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കേൾക്കുവായിരുന്നു. പണം എത്ര വന്നാലും മനുഷ്യന് അത്യാഗ്രഹം മാറില്ലെന്നതിനാണ്. അപ്പോ നോക്കിയേ, പൗലോസ് പറഞ്ഞ വചനം കേട്ടപ്പോൾ ദൈവത്തിന് നീതി, ദൈവത്തിന് ഇന്ദ്രിയജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെ കുറിച്ച് കേട്ടപ്പോൾ ഫേലിക്സ് ഭയപരവശനായി. നീ തൽക്കാലം പൊക്കോ, ഞാൻ അവസരമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാതെ പറഞ്ഞു വിട്ടിരിക്കുക. അതിനർത്ഥം എന്താണെന്നറിയാമോ? ദൈവവചനം കേട്ടപ്പോ ഭയം ഉണ്ടായി, വിശ്വാസം ഉണ്ടായി. പക്ഷേ അവൻ പറഞ്ഞു, ഇപ്പോഴില്ല, ഇപ്പൊ പൊക്കോ. നിനക്ക് സൗകര്യമുള്ളപ്പോഴല്ല, ദൈവത്തിന് സൗകര്യമുള്ളപ്പോഴല്ല, എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ നിന്നെ വിളിക്കാം. നമ്മളിതൊക്കെ കോട്ടയം മീറ്റിംഗ് എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ വരാം കേട്ടോ. പ്രാർത്ഥനയ്ക്ക് സൗകര്യം വരുമോ? എനിക്ക് സൗകര്യം നോക്കട്ടെ പാസ്റ്റർ എന്ന് പറയും. നിങ്ങൾ പറയുന്നവരൊക്കെ ഉണ്ട്, പഴകരുത് കേട്ടോ. ഉദാഹരണം പറയുന്നല്ലോ, നോക്കട്ടെ പാസ്റ്റർ എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണെന്നറിയാമോ? എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? സൗകര്യം നിങ്ങൾ അതൊന്നും ഉദ്ദേശിച്ചല്ല പറയുന്നെങ്കിലും എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയും. ഇത് തന്നെയാണ് ഈ ഫെലിക്സ് പറഞ്ഞത്. എനിക്ക് സൗകര്യം ഉള്ളപ്പോൾ ഞാൻ നിന്നെ വിളിപ്പിക്കാം. അവരൊരിക്കലും വരില്ലെന്ന് പറഞ്ഞില്ല. നമ്മൾ ചിലപ്പോൾ ചെല്ലില്ലെന്ന് പറയത്തില്ല, പോകില്ലെന്ന് പറയത്തില്ല, വരില്ലെന്ന് പറയത്തില്ല, വരാം പോകാം എന്നൊക്കെ പറയും. പക്ഷേ പിന്നീട് എന്നുള്ളത് മാറ്റിവെക്കുകയാണ്. പക്ഷെ ഫെലിക്സ് പിന്നീട് എന്നുള്ളത് മാറ്റിവെക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, പലപ്പോഴും ദൈവത്തിന്റെ വിളി നമ്മളിലുള്ളപ്പോൾ, ദൈവത്തിന്റെ പ്രവർത്തനം നമ്മളിലുള്ളപ്പോൾ പലപ്പോഴും നമ്മൾ ഇല്ല എന്ന് പലപ്പോഴും പറയാറില്ല. ഹല്ലേലൂയ, ആമേൻ. പിന്നീട് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കുകയാണ്.
ഒന്നുകൂടെ പറഞ്ഞാൽ നാളത്തേക്ക് മാറ്റിവെക്കുകയാണ്, പിന്നത്തേതിലേക്ക് മാറ്റിവെക്കുകയാണ്. അല്ലെങ്കിൽ അതിനർത്ഥം എന്ന് പറയുന്നത് നമ്മൾ നിരാകരിക്കുകയാണ്. ഒരുപാട് ന്യായവിധിയെ കുറിച്ചൊക്കെ കേട്ടപ്പോൾ ഫെലിക്സ് നടുങ്ങി, അവന്റെ ഉള്ള കുലുങ്ങി. ദൈവവചന സത്യം അവന്റെ ഹൃദയത്തിൽ തട്ടി. പക്ഷേ അവൻ പിന്നീട് എന്താ ചെയ്തത്? സൗകര്യമുള്ളപ്പോൾ സത്യം കേട്ടു, ഹൃദയത്തിൽ സ്പർശിച്ചു, പക്ഷെ തീരുമാനമെടുത്തില്ല. സഹോദരങ്ങളെ, പ്രിയമുള്ളവരെ, ഇതിനകത്ത് വലിയൊരു അപകടാവസ്ഥയുണ്ട്. ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം കുലുങ്ങും, നമ്മുടെ ഹൃദയം കലങ്ങും, കണ്ണുനീര് വരും, ഭയം വരും, തീരുമാനങ്ങൾ നമ്മൾ പറയും, പക്ഷെ ഒരു ഉറച്ച തീരുമാനം നമ്മൾ എടുക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എത്രയോ പ്രാവശ്യം ദൈവവചനത്തിന് മുമ്പ് നമ്മൾ കരഞ്ഞിട്ടുണ്ട്, നിലവിളിച്ചിട്ടുണ്ട്, കണ്ണീർ പൊഴിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ തീരുമാനം പിന്നത്തേതിലേക്ക് മാറ്റിവരും. പ്രൈസ് ദി ലോർഡ്. ഫെലിക്സ് ഭയപ്പെട്ടു, പക്ഷെ മാറ്റമില്ല. നിനവെ നഗരത്തിലേക്ക് നോക്കുക, നിനവെ ഭയപ്പെട്ടു, പാപത്തിൽ നിന്ന് തിരിഞ്ഞു. ഭയം, ദൈവഭയം എന്നത് അനുഗ്രഹമായി മാറി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കർത്താവ് നമ്മോട് ചോദിക്കുന്ന കാര്യം, ഇന്ന് കേൾക്കുന്ന വചനം ഹൃദയത്തിൽ തട്ടുന്നുണ്ടോ? കർത്താവ് ഹൃദയത്തിൽ തൊട്ടോ? കർത്താവ് ഈ വചനം സംസാരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഹൃദയത്തെ തൊടാൻ വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു ആവേശജലമായ ഒരു പ്രസംഗമല്ല ഇവിടെ നടത്തുന്നത്. അതിനു വേണ്ടിയിട്ടല്ല ഇന്ന് സംസാരിക്കുന്നത്. വചനം നമ്മുടെ ഹൃദയത്തെ തൊടാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെട്ടിട്ട് ഹൃദയത്തിൽ ദൈവവചനം തട്ടിക്കിട്ട് ദൈവവചനം നമ്മളെ സ്പർശിച്ചിട്ട് നമുക്ക് മാറ്റമില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തെ ഞാൻ പറയട്ടെ, നമ്മളുടെ അവസരങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ ഒരു സത്യത്തിലേക്ക് ഞാൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, ആത്മീയമരണത്തെ കുറിച്ചാണ് മറ്റൊരു കാര്യം പറയുന്നത്. മരിച്ചവർ എന്ന് പറഞ്ഞത് നമ്മൾ ആത്മീയമായി ചിന്തിച്ചാൽ അവൻ മരിച്ചവർ എന്ന് പറഞ്ഞിരിക്കുന്നത് അവൻ ശവങ്ങളെ കുറിച്ചല്ല കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പറഞ്ഞത് ആത്മീയമായി മരിച്ചവർ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. പാപങ്ങളിൽ മരിച്ചവർ ദൈവത്തെ അറിയുന്നില്ല, ലോകകാര്യങ്ങളിൽ മാത്രം ജീവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ലോകകാര്യങ്ങളിൽ മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യൻ പാപത്തിൽ മരിച്ച ഒരു മനുഷ്യനാണ്. ആത്മീയമായ മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു കർത്താവ് പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ. യേശു കർത്താവ് പറഞ്ഞത് ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചാണ്. ജീവിച്ചിരിക്കുന്നവർ തന്നെ ആത്മീയമായി മരിച്ചവർ. നിങ്ങൾ അകൃത്യങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. ലേഖനത്തിൽ ആത്മീയമായ മരണം എന്ന് പറയുന്നത് ശരീരം ജീവനോടെ ഇരിക്കുന്നുണ്ട്. കേൾക്കാം, കാണാം, സംസാരിക്കാം. ഹൃദയം ഇടിക്കുന്നുണ്ട്, ഹൃദയത്തിൽ ഇടുപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. സംസാരിക്കുന്നുണ്ട്, പക്ഷെ ദൈവവുമായിട്ട് ബന്ധമില്ല, ആത്മാവ് പ്രതികരിക്കുന്നില്ല. വചനം കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ, അകത്തി ആത്മാവ് പ്രതികരിക്കുന്നിടത്താണ് ദൈവ വചനത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. കാര്യങ്ങൾ ഉയർത്തിയെന്ന സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആത്മീയമായി മരിച്ചവരുടെ ലക്ഷണങ്ങളെ കുറിച്ച് ഞാനത് പറഞ്ഞിട്ട് ഈ മെസ്സേജ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ദൈവ സാന്നിധ്യത്തിൽ താല്പര്യമില്ല. നമുക്ക് ആത്മീയമായി മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കണം, ഇന്ന് പകല് ദൈവ സാന്നിധ്യത്തിൽ താല്പര്യമില്ല, പ്രാർത്ഥന ബുദ്ധിമുട്ടാണ്, വചനം വായിക്കാൻ മനസ്സില്ല. രണ്ടാമത്തത് ലക്ഷണം, പാപത്തെ കുറിച്ച് ബോധമില്ല, തെറ്റ് ചെയ്താലും കുറ്റമില്ല, മനസാക്ഷി കഠിനമായിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ലോകകാര്യങ്ങളിൽ ആമേൻ മുഴുകി ജീവിക്കുകയാണ്. പണം, ജോലി, പ്രശസ്തി. പ്രൈസ് ദി ലോർഡ്. ദൈവം ആത്മീയത്തിൽ പുറകിലാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാലാമത്തെ കാര്യം, ആത്മീയമായ എല്ലാ കാര്യങ്ങളും ഒരു ബോറിംഗ് ആയിട്ട് തോന്നും. സഭ, മെസ്സേജ്, ആമേൻ ആമേൻ, ദൈവവചന ശുശ്രൂഷ എല്ലാം ബോറിംഗ് ആണ്. പക്ഷെ ഒരു ബോറായിട്ട് തോന്നും.
താല്പര്യമില്ല, അതിനൊന്നും താല്പര്യമില്ല. എന്തിനാ 3 മണിക്കൂർ ചെലവഴിക്കുന്നത്? ആരാധന 1 മണിക്കൂർ കൊണ്ട് നിർത്തിക്കൂടെ? ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ ചെലവഴിക്കാനുണ്ട്. 3 മണിക്കൂറിന്റെ ആവശ്യം എന്താ? ആരാധന. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത് 1 മണിക്കൂർ ആയിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. ഇവിടെ 1.5 മണിക്കൂറിലെ കോട്ടയം മീറ്റിങ്ങിന് വരുന്നില്ല. ആമേൻ. പിന്നെ ആരാധന 1.5 മണിക്കൂർ ആയാലും ആൾക്കാര് വരുന്നവര് വരും. ഹല്ലേലൂയ, ആമേൻ. ആത്മീയ കാര്യങ്ങൾ. രണ്ടാമത്തേതായ കാര്യങ്ങൾ അടുത്ത കാര്യം എന്ന് പറയുന്നത് സഭ മെസ്സേജ് ഇതിനൊന്നും താല്പര്യമില്ല. ആമേൻ. അടുത്ത കാര്യം ലോക കാര്യങ്ങളിൽ വലിയ ആവേശമാണ്, ഫുട്ബോളിൽ വലിയ ആവേശമാണ്, ക്രിക്കറ്റിൽ വലിയ ആവേശമാണ്. എവിടെ പോയാലും ഇങ്ങനെ മൊബൈലുമായിട്ട് പോകും. ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനെ യാത്ര ചെയ്തപ്പോ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ ആമേൻ ഞാൻ ഇങ്ങനെ ആളുകളെ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ആമേൻ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ മൊബൈലിൽ ആളുകൾ ക്രിക്കറ്റുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ മത്സരം പോലും അല്ല, വേറെ ഏതോ ഒരു മത്സരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. ദൈവമില്ലാത്ത ജീവിതം ഒരു മരണം. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യപ്പെട്ടത് കർത്താവ് പറഞ്ഞതിന്റെ കാര്യം, മരിച്ചവർ എന്നത് യേശു കർത്താവിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് അവർ ജീവിച്ചിരിക്കുന്നവരെ പോലെ കാണാം, പക്ഷേ ദൈവത്തിന്റെ കണ്ണിൽ മരിച്ചവരാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ അപകടത്തിൽപ്പെട്ടു, പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പെട്ടെന്ന് ആളുകൾ പറഞ്ഞു മരിച്ചിട്ടില്ല, പെട്ടെന്ന് പോകണം. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടർ കണ്ടപ്പോൾ പറഞ്ഞു ആള് മരിച്ചുപോയി. എപ്പോഴാണ് സംഭവിച്ചത് സാർ? അത് അപകടമുണ്ടായ സമയത്ത് തന്നെ, ആ സെക്കൻഡിൽ തന്നെ ആള് പോയി. പ്രൈസ് ദി ലോർഡ്. കണ്ടവരുടെ കണ്ണിൽ ജീവിച്ചിരിക്കുന്ന ഒരാളായിരുന്നു, കണ്ടവരുടെ കണ്ണിൽ ജീവനുണ്ടായിരുന്നു, പക്ഷേ ഡോക്ടറുടെ കണ്ണിൽ അദ്ദേഹം മരിച്ചു. ഇതുപോലാണ് പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കണ്ണിൽ ജീവിക്കുന്നവര് മരിച്ചവരായിരിക്കുന്ന അനുഭവങ്ങൾ. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ദൈവമില്ലാത്ത ജീവിതം മരണം, ആത്മീയമരണം സംഭവിച്ചതാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, കല്ലറയിൽ കിടക്കുന്നവർ മാത്രമല്ല മരിച്ചവർ, ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ ജീവിച്ചിരിക്കുന്ന പലരും മരിച്ചവരാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആരും ഒന്നും സ്തോത്രം പോലും പറയുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ആമേൻ. നമ്മൾ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നുണ്ടോ? പാപം ചെയ്യുമ്പോൾ ജീവിതത്തിൽ വേദന വരാറുണ്ടോ? ദൈവവചനം ജീവൻ നമ്മളിൽ ആമേൻ ചലിപ്പിക്കാറുണ്ടോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവചനം കേൾക്കുമ്പോൾ ഒരു ചലനം. ആമേൻ. കാല് വയ്യാതെ കിടക്കുകയാണെങ്കിലും പ്രാർത്ഥിച്ച് കിടക്കുകയാണെങ്കിലും ഇഷ്ടമുള്ളതായിരിക്കുന്ന ടീം ഗോൾ അടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു പ്രാവശ്യം, എത്രയോ പേര് പ്ലാസ്റ്റിട്ട് കാലിൽ കിടന്നിട്ട് പ്ലാസ്റ്റിട്ടിട്ട് വ്യക്തിയെ അറിയാതെ എടുത്ത് അടിച്ചിട്ടുണ്ട്. അവര് എവിടെയോ യൂറോപ്പിലെങ്ങാണ്ടാണ് ഗോൾ അടിക്കുന്നത്, ഇവിടെ കടലിൽ കിടന്നുകൊണ്ട് ഗോൾ അടിച്ച് കാല് താൻ. കാരണം അതിന് ആവേശമാണ്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ആവേശമാണ്. ഒരു ദൈവവചനം നമ്മുടെ ഹൃദയത്തെ ചലിപ്പിക്കുമ്പോൾ നമ്മൾ അറിയാതെ പറയും. ഞങ്ങൾ പഠിച്ചതായിരിക്കുന്ന ബൈബിൾ കോളേജിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ അപ്പച്ചൻ ഇടയ്ക്ക് വരുമായിരുന്നു, തിരുവല്ലക്കാരനും കണ്ട. പക്ഷെ അദ്ദേഹം റോഡിൽ വരുമ്പോൾ നമ്മൾക്ക് പറയും ഹല്ലേലൂയ അപ്പച്ചൻ വന്നിട്ടുള്ളത്. കാരണം ബൈബിൾ കോളേജിലേക്ക് തിരിയുന്നതിനപ്പുറത്തെ ഒരു വനമാണ്, വനത്തിന്റെ ആ റോഡ് സൈഡാണ്. അദ്ദേഹം ഇപ്പൊ മരിച്ചുപോയി കാണും. പക്ഷേ ആ റോഡ് സൈഡിലേക്ക് വരുമ്പോൾ, വനത്തിന്റെ അവിടേക്ക് വരുമ്പോൾ അദ്ദേഹം ഹല്ലേലൂയ ഉറക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് അങ്ങ് ക്ലാസ്സിൽ കേൾക്കാം. അപ്പൊ ഞങ്ങൾ ഹല്ലേലൂയ അപ്പച്ചൻ എന്ന് വന്നിട്ടുണ്ട്. കാരണം ആരും കേൾക്കാനില്ല, വനമാണ്, റോഡ് സൈഡാണ്, മലപ്പുറം ജില്ലയാണ്. പക്ഷേ ഹല്ലേലൂയ പറയുന്ന ഒരു ആവേശം. ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ആവേശമാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ആവേശമാണ്. അത് കൈ പിടിച്ചു കെട്ടിയാലും കൈയെന്ന് പിടിച്ച് കെട്ടിയാലും, ആമേൻ, ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരാളെ കൈയും കാലം പിടിച്ച് കെട്ടി ആമേൻ ജീവിയുടെ മുമ്പിൽ കൊണ്ട് ഇരുത്തിയാലും
കയ്യിൽ കാലിൽ ചെറുതായിട്ടെങ്കിലും വരണം. കാരണം അവരെ ബന്ധിക്കാൻ, അവന്റെ ആവേശത്തെ പുറത്ത് ബന്ധിക്കാൻ കഴിയും, അകത്ത് ആവേശത്തെ ബന്ധിക്കാൻ കഴിയില്ല. ആരാധിക്കുന്നവനെ ബന്ധിക്കാൻ കഴിയില്ല, ദൈവത്തെ സ്തുതിക്കുന്നവനെ ബന്ധിക്കാൻ കഴിയില്ല, ദൈവത്തെ സ്നേഹിക്കുന്നവനെ ബന്ധിക്കാൻ കഴിയില്ല. അത് അകത്തെ ഒരു ആവേശമാണ്. നീ മിണ്ടാതിരിയെന്ന് പറഞ്ഞാലും ഒരു കുരുടൻ യെരിഹോവിലിരിക്കുകയാണ്. അവൻ ദാവീദ് പുത്ര, എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് നിലവിളിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു മിണ്ടാതിരിക്കുക, മിണ്ടാതിരിക്കുക. പക്ഷെ അവൻ മിണ്ടാതിരുന്നില്ല. അവൻ പിന്നെ ഉച്ചത്തിൽ പറയുകയാണ്, ഓ ദാവീദ് പുത്ര, യേശുവേ എന്നോട് കരുണ ഉണ്ടാകണമേ. അതൊരു ആവേശമാണ്, കാഴ്ച പ്രാപിക്കാനുള്ള ആവേശമാണ്. നിനക്ക് എന്ത് ചെയ്തു തരണം? എനിക്ക് കാഴ്ച വേണം. ഹല്ലേലൂയ. കാഴ്ച പ്രാപിക്കാനുള്ള ആവേശമാണ്. അവന്റെ വായടയ്ക്കാൻ ആർക്കും കഴിഞ്ഞില്ല, പുരുഷാർക്കും കഴിഞ്ഞില്ല, ആർക്കും കഴിഞ്ഞില്ല, ശിഷ്യന്മാർക്കും കഴിഞ്ഞില്ല. യേശു അവന്റെ വാക്ക് കേട്ട് തിരിച്ചു വന്ന് അവന് കാഴ്ച നൽകിയ ഒരു ആവേശമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ മെസ്സേജ് ഒരുപാട് സംസാരിക്കാനുണ്ട്, പൂർത്തീകരണത്തിലേക്ക് വന്നില്ല, പക്ഷെ ഒരുപാട് സമയം എടുക്കുന്നത് ശരിയല്ല. Praise the Lord. Amen. Hallelujah. പ്രിയമുള്ളവരെ, കർത്താവ് നമുക്കൊരു ആവേശം, ദൈവം ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് ഓർക്കുന്നത് ഒരു ആവേശം, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ആവേശം. ആർക്കും തടയാൻ കഴിയില്ലാത്ത, ആർക്കും തടയാൻ കഴിയാത്ത. Praise the Lord. Praise the Lord. നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. പത്രത്തിനകത്ത്, ഞാൻ മലയാള മനോരമ പത്രത്തിനകത്ത് ഞാൻ വായിക്കും, കർണാടകയിൽ കേരളത്തിൽ നിന്നും മറ്റും 700 രൂപ ദിവസക്കൂലിക്ക് ജോലിക്ക് പോകും. പത്രത്തിലാന്ന് തോന്നുന്നു, പത്രം തരാൻ വായിക്കും. കർണാടകക്കാരുണ്ടായിരുന്നു, ഒരു കൃഷിത്തോട്ടത്തിലേക്കാണ് കൊണ്ടുപോയത്. ദിവസം 700 രൂപ, അതിവിടെ കിട്ടുന്നതാണല്ലോ. അതിൽ 700 രൂപ എന്റെ ഓർമ്മ കേട്ടോ, ഞാൻ വായിച്ച ഓർമ്മയാണ്. 700 രൂപ പറഞ്ഞു കൊടുത്തിട്ടാ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭക്ഷണമില്ല, ശമ്പളം ഇതുവരെ കൊടുത്തിട്ടില്ല, രാവിലെ ഭക്ഷണമില്ല, ഉച്ചക്കത്തെ ഭക്ഷണം കൊടുത്തിട്ട് പിന്നെയും ബാക്കിയുള്ള ഭക്ഷണം അങ്ങോട്ട് കൊടുക്കുന്നത്. ജോലി കഴിഞ്ഞ് റൂമിൽ കൊണ്ടുവന്ന് കെട്ടിയിടുക, റൂമിൽ കൊണ്ടുവന്ന് അടച്ചിടുക. അമേൻ. ജോലിയിൽ എന്തെങ്കിലും ക്ഷീണം വന്നാൽ വട്ടിക്കൊണ്ട് അടിക്കുമെന്നൊക്കെയാണെന്നത് പത്രത്തിൽ ഞാൻ വായിച്ചത്. പക്ഷേ ഇത് കൈക്കാൽ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു മനുഷ്യൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇന്നത്തെ പത്രത്തിൽ വായിച്ചാണ്, രക്ഷപ്പെട്ട മനുഷ്യൻ ഓടി തന്റെ വീട്ടിൽ ചെന്നിട്ട് ആദ്യം ചെയ്ത് പോലീസിൽ പരാതി കൊടുക്കുക. പോലീസ് അവിടെ അന്വേഷിച്ച് വന്നപ്പോൾ ആളുകളെ അടിമപ്പണി ചെയ്യിക്കുക. നോക്കിയേ, അടിമത്തത്തിൽ കിടന്ന ഒരു മനുഷ്യൻ, അടിമത്തം എന്നെ നിരോധിച്ചിരിക്കുക. പക്ഷെ ഒരു മനുഷ്യൻ പുറത്തു വന്നപ്പോൾ, അവൻ തന്റെ വീട്ടിലേക്ക് പോയപ്പോൾ, ഞാൻ എന്റെ കാര്യം കണ്ടു, ഞാൻ രക്ഷപ്പെട്ടു, ബാക്കിയുള്ളവർ അവിടെ കിടക്കട്ടെ എന്നല്ല. അദ്ദേഹം തന്റെ വീട്ടിൽ ചെന്നിട്ട് ആദ്യം ചെയ്തത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് പോലീസുകാരുമായിട്ട് ചെന്ന് അതുവരെ മോചിപ്പിക്കുകയായിരുന്നു. പിശാചിന്റെ അടിമത്തത്തിൽ കിടന്ന് നമ്മളെ കർത്താവ് വിടുവിച്ചു. ഈ ധാരാളം പേര് അടിമത്തത്തിൽ കിടക്കുകയാണ്. അടിമത്തത്തിൽ കിടക്കുക, അടിമപ്പണി ജയിക്കുക, അവരെ നിന്ദിപ്പിക്കുക. ഓ ഫറവോനെ പോലെ, മിസ്രയീമിനെ പോലെ അടിമപ്പണി ജയിക്കുകയാണ്. പ്രിയമുള്ളവരെ, അവരെ നമുക്ക് മോചിപ്പിക്കണം. രക്ഷപ്പെട്ടവൻ രക്ഷപ്പെട്ടു എന്നല്ല, ദൈവം നിന്നെ ഇതേ സ്ഥാനത്തേക്ക് ആക്കിയിരിക്കുന്നത്. മൊർദെഖായി എസ്തേറിനോട് പറഞ്ഞത്, ദൈവം നിന്നെ ഈ സ്ഥാനത്താക്കിയിരിക്കുന്നത് ഇതിനായിട്ട് വേണ്ടി കേട്ടാണ്. നീ ഇവിടെ പ്രവർത്തിച്ചില്ലെങ്കിൽ യഹൂദന്മാർക്ക് രക്ഷ മറ്റെവിടെന്നെങ്കിലും വരും. പക്ഷെ നീ എന്നെ പിതൃഭവനിൽ ദൈവത്തിന്റെ വിളി നിനക്കുണ്ട്, ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേലുണ്ട്, ദൈവത്തിന്റെ പുതപ്പ് നിന്റെ മേൽ വീണിട്ടുണ്ട്. അഭിഷേകത്തിന്റെ പുതപ്പ്, അഭിഷേകത്തിന്റെ പുതപ്പ്, അഭിഷേകത്തിന്റെ പുതപ്പ് നിന്റെ മേൽ വീണിട്ടുണ്ട്. നിനക്ക് അടങ്ങിയിരിക്കാൻ പറ്റുകയില്ല. രണ്ടേ കാളയെ കൊന്നിട്ട് അതിനെ കനി വെച്ച് ഒറ്റയ്ക്ക് കൊന്ന് അവൻ ആൾക്കാർക്ക് കൊടുത്ത എലീശായെ പോലെ ഒരു പുതപ്പ് നിന്റെ മേൽ വീണിട്ടുണ്ട്. ഒരു ശുശ്രൂഷയുടെ പുതപ്പാണ്, ഒരു അഭിഷേകത്തിന്റെ പുതപ്പാണ്. നീ അപ്പനെ നോക്കരുത്, അമ്മയെ നോക്കരുത്,
സഹോദരങ്ങളെ നോക്കരുത്. പുതപ്പകൾ അടങ്ങിയിരിക്കരുത്. ഹല്ലേലൂയ. ഏലിയാവ് ചെയ്തതിന്റെ ഇരട്ടി ശുശ്രൂഷ ചെയ്യാൻ, ഹല്ലേലൂയ, ആത്മാവിന്റെ ഇരട്ടി പങ്കിന് ശുശ്രൂഷ ചെയ്യാൻ നിന്റെ മേൽ അഭിഷേകമുണ്ട്. ഇതാണ് സമയം. ഇപ്പോൾ 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 നാളത്തേക്കല്ല. ഇപ്പോൾ 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 ഈ ദൈവത്തിന് വേണ്ടി നിന്റെ ജീവിതം ഇപ്പോൾ സമർപ്പണം. അടിയനിതാ കർത്താവേ, അടിയനെ അയക്കുന്നു. അടിയനിതാ. ശമൂവേൽ ബാലൻ കിടക്കുമ്പോൾ ഏലി വിളിക്കുന്നു വിചാരിച്ചു. ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചപ്പോൾ 3-ാം പ്രാവശ്യമായപ്പോൾ ഏലി പറഞ്ഞതുപോലെ ശമൂവേല് പറഞ്ഞു, അടിയനിതാ, അടിയൻ കേൾക്കുന്നു. നേരത്തെ 2 പ്രാവശ്യം വിളിച്ചു, ദൈവം സംസാരിച്ചില്ല. പക്ഷെ അടിയനിതാ എന്ന് പറഞ്ഞപ്പോൾ ദൈവം സംസാരിച്ചു. കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്താൽ ദൈവം സംസാരിച്ചാൽ നീ മറുപടി കൊടുക്കുന്നിടത്ത ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, നീ സമർപ്പിക്കുന്നിടത്ത കേൾക്കപ്പെട്ടിരിക്കുന്ന ദൈവവചനത്തെ കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഈ സമയം ഹല്ലേലൂയ, ആമേൻ, ആമേൻ, മനോജോട് പ്രാർത്ഥിച്ചു.